എനിക്ക് മരിക്കാനുള്ള രണ്ടാമത്തെ കാരണം ഇതാണെന്നേ. ഞാൻ അവളോട് 2 മാസമായി ഇഷ്ടമാണെന്ന് പറയുന്നു. ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു വിട്ടു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഒരു മറുപടിയില്ല. ഞാനൊരു ചെറിയ പേപ്പർ കഷ്ണത്തിൽ എഴുതി കൊടുത്തു, ഐ ലവ് യു എഴുതി കൊടുത്തു. ഒരു മറുപടിയില്ല. ഇപ്പോൾ ഇനി ഞാൻ 1 മാസം കൂടെ കാത്തിരിക്കത്തുള്ളൂ എന്ന് ഞാൻ അവളോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. സിസ്റ്റർ, എനിക്ക് പറ്റില്ല, എനിക്ക് ഒത്തിരി വേദനയാണ്. അവന്റെ വേദനയുടെ കാരണങ്ങൾ ഇതൊക്കെ. അപ്പോൾ അവൻ പറയാ, വീട്ടില് അടുത്ത ഒരു ചിന്ത എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത. അവൻ പറയാ, വീട്ടില് സ്നേഹമില്ല, ഇവിടെ ഇത്ര സ്നേഹം കിട്ടാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് അവർ സ്നേഹിക്കുന്നുമില്ല. നമുക്ക് ഒരു 20 വയസ്സുള്ള യുവാവ് സംസാരിക്കുന്ന അതേ ലാഘവത്വത്തോടെ, പ്രിയപ്പെട്ടവരെ, ഒരു 20 വയസ്സുള്ള യുവാവ് സംസാരിക്കുന്ന അതേ ശൈലിയിലാണ് ഈ 9 വയസ്സുകാരന്റെ സംസാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഇന്ന് മനുഷ്യന് വേണ്ടത് സ്നേഹമാ. ജനിച്ച വീടിന് കൊച്ചിന് മുതൽ വേണ്ടത് സ്നേഹമാ. ഈ സ്നേഹം എവിടെ നിന്ന് കിട്ടണം? എവിടെ നിന്ന് കൊടുക്കണം? പ്രിയപ്പെട്ടവരെ, സ്നേഹം മാത്രമായ നമ്മുടെ തമ്പുരാൻ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നമ്മുടെ തമ്പുരാൻ, സ്നേഹം മാത്രം പകർന്നുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ, അവസാനത്തോടെ രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തിയ നമ്മുടെ തമ്പുരാൻ സ്നേഹം മാത്രമാ. അവന്റെ പക്കൽ അത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് നാം അത് സ്വന്തമാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സ്കൂളുകളില് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുമ്പോൾ അവരോട് പറയും, മക്കളെ, ദൈവമേ നിന്റെ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ നിന്റെ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയമാണ് എന്റേതെങ്കിൽ ആ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്നത് മുഴുവൻ ദൈവ സ്നേഹമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഹൃദയത്തിൽ പിന്നെ ലോകത്തിൽ വേറെ ആരുടെയും സ്നേഹത്തിന് സ്ഥാനമില്ല. വേറൊരു സ്നേഹത്തിന്റെ പിന്നാലെ ഓടേണ്ടി വരില്ല. വേറൊരു സ്നേഹം കിട്ടിയില്ലെങ്കിലും അവിടെ പരിഭവമില്ല, പരാതിയില്ല, അസ്വസ്ഥതയില്ല. ഹല്ലേലൂയ. ഭാര്യയുടെ സ്നേഹം ഭർത്താവിന് കിട്ടിയില്ലെങ്കിലും, ഭർത്താവിന്റെ സ്നേഹം ഭാര്യയ്ക്ക് കിട്ടിയില്ലെങ്കിലും, മാതാപിതാക്കളുടെ സ്നേഹം മക്കൾക്ക് കിട്ടിയില്ലെങ്കിലും, കാരണം എന്റെ ഹൃദയം നിറഞ്ഞ ആരുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുകയാ? എന്റെ തമ്പുരാന്റെ സ്നേഹം, എന്റെ കർത്താവിന്റെ സ്നേഹം എന്റെ ഹൃദയം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ലോകത്തിലൊരു മനുഷ്യന്റെ സ്നേഹം എനിക്കിനി ആവശ്യമില്ല. കാരണം കിട്ടിയാൽ വെക്കാൻ സ്ഥലമില്ല. ഹൃദയം നിറഞ്ഞ് ഒഴുകുകയാ, തുളുമ്പുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രമാത്രം ദൈവ സ്നേഹം കൊണ്ട് നിറയുവാൻ നിമിഷം നമ്മൾ ഈശോയോട് പറയണം, പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവമേ നിന്റെ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ. ചോദിക്കുന്നതൊക്കെ തരാമെന്ന് പറഞ്ഞവനാണ്. ചോദിക്കാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ് തമ്പുരാൻ നമുക്ക് തരും. വേറൊന്നുമല്ല നമ്മൾ ചോദിക്കുന്നത്. എന്റെ യേശുവേ, നിന്റെ സ്നേഹം, നിന്റെ ആ ക്ഷമിക്കുന്ന സ്നേഹം, നിന്റെ ആ മറക്കുന്ന സ്നേഹം, നിന്റെ ആ വിട്ടുവീഴ്ചയുള്ള സ്നേഹം, എല്ലാ ശത്രുക്കളെ സ്നേഹിക്കുന്ന നിന്റെ സ്നേഹം, ആ വലിയ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ. പ്രാർത്ഥിക്കണം, 5 നിമിഷം പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മൾ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. ഹൃദയം മുഴുവൻ ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. ആ കൊച്ചൻ പറയുകയാ, വീട്ടിലും സ്നേഹമില്ല, ഇവിടെയും സ്നേഹമില്ല, അതുകൊണ്ട് എനിക്ക് ജീവിക്കണ്ട, മരിക്കണം. പ്രിയപ്പെട്ടവരെ, അവനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുറെ സമയമെടുത്ത് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ഇപ്പോൾ എന്താ, മോൻ എന്ത് തോന്നുന്നു, എന്ത് തീരുമാനം? സിസ്റ്ററെ, എനിക്ക് ഇനി അങ്ങനെ ഒരു വേണ്ട സിസ്റ്ററെ, എനിക്ക് മനസ്സിലൊരു സമാധാനമായി. സിസ്റ്ററിന് ഒരു ഉപകാരം ചെയ്താൽ മതി. ഞാൻ ചോദിച്ചു, അതെന്താ? അതെ, അവളെ വിളിച്ച് ഇപ്പൊ തന്നെ ഒന്ന് പറയണം, എടി ഇവന് നിന്നോട് സൃഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ തമാശ പറഞ്ഞതാ, ഇനി നീ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. കാരണം അവള് വീട്ടിൽ ചെന്ന് അവളുടെ അപ്പനോടും അമ്മയോടും പറഞ്ഞു. സിസ്റ്ററെ, അവള് പറഞ്ഞിരിക്കുന്നത്, അവര് വന്ന് എന്റെ ബാപ്പയും ഉമ്മയും, മുസ്ലിം അവര് കേട്ടോ, എന്റെ ബാപ്പയും ഉമ്മയും വന്ന് നിന്നെ ശരിയാക്കൂടാന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. ഇനി നീ എന്നെ ശല്യപ്പെടുത്തിയ, അപ്പൊ അവര് ശരിയാക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് മരിക്കുന്നതല്ലേ നല്ലതെന്ന് ഞാൻ ചിന്തിച്ചു. ഹല്ലേലൂയ. ആ ബാപ്പയും ഉമ്മയും വന്ന് എന്നെ ശരിയാക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് മരിക്കുന്നതല്ലേ നല്ലതെന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിച്ച് മോശമുണ്ടോ? ചിന്ത തെറ്റാണോ? അല്ല, 9 വയസ്സുകാരന്റെ ചിന്ത. അതുകൊണ്ട് ഞാൻ അവളെ വേണ്ടാന്ന് വെച്ചു, ആ ബന്ധം ഞാൻ വേണ്ടെന്ന് വെച്ചു. എനിക്ക് ജീവിക്കണം സിസ്റ്ററെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും സിസ്റ്റർ, എന്റെ കാങ്ങ തന്നെ ഇപ്പൊ തന്നെ അവളെ വിളിച്ചിട്ടൊന്ന് പറയണം, ഇനി നിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല, ഇവൻ നിന്നെ ഇനി ശല്യപ്പെടുത്തില്ല, നിന്നെ കേൾക്ക പറയണം. സമ്മതിച്ചു. അവനെ കൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഓഫീസിൽ വന്ന് സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഇതാണ് ഇവന്റെ കണ്ടീഷൻ. അപ്പൊ വന്നപ്പോഴേ സിസ്റ്റർ ചോദിച്ചു, മോനെ സന്തോഷമായ മുഖം തെളിഞ്ഞല്ലോ? എനിക്ക് ഒത്തിരി ഒരു ആശ്വാസമായി, എനിക്കൊരു ആശ്വാസമായി. 2 കൈ എടുത്ത് പറഞ്ഞു, എനിക്കൊരു ആശ്വാസമായി സിസ്റ്ററെ, ആശ്വാസമായി. സിസ്റ്റർ ചോദിച്ചു, അപ്പൊ ഇനി പഠിക്കാൻ തീരുമാനിച്ചോ?
തീരുമാനിച്ചു. ചോറുണ്ണാൻ തീരുമാനിച്ചോ? ചോറുണ്ണണം സിസ്റ്ററെ, എനിക്കിനി പഠിക്കണം, എനിക്കിനി ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞു എന്നാലും സിസ്റ്ററോട് ഞാൻ പറഞ്ഞ കണ്ടീഷൻ ചെയ്യണം കേട്ടോ, എന്നെ ഓർമ്മപ്പെടുത്തുകയാ. എന്താണ് അഡ്മിഷൻ അറിയത്തില്ല. ഞാൻ പറയാം സിസ്റ്ററെ, മോൻ പറഞ്ഞു ആ പെൺകുട്ടിയെ ഒന്ന് വിളിച്ചു വരുത്തിട്ട് അവളോട് പറയണം. സിസ്റ്റർ പെട്ടെന്ന് ഒരു കുട്ടിയെ വരുത്തി, അവിടെ വരുത്തി ഓഫീസിലെത്തി. ഞാൻ ചോദിച്ചു, മോളോട് ഈ മോൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സിസ്റ്റർ ഈ ചെറുക്കനുണ്ടല്ലോ എന്നോട് പറയാ എന്നെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമില്ല സിസ്റ്റർ, എനിക്കിഷ്ടമില്ല. അപ്പൊ അവള് വിചാരിച്ചത് എന്താ, ഇവര് തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കാൻ ഞാൻ ചെന്നതാണ്. പാവം പെൺകൊച്ച് വിചാരിച്ചത്. കാരണം അവനൊരു ക്രിസ്ത്യാനി കുട്ടി, ഞാനൊരു ക്രിസ്ത്യാനി സിസ്റ്റർ. അപ്പൊ ഈ മുസ്ലിം കുട്ടി വിചാരിച്ചത് ഇവരും ഇവിടെ തമ്മിലുള്ള ബന്ധം കാരണം വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരു മാസത്തിനകം നീ എന്നോട് ഇഷ്ടമാണെന്ന് പറയുവടി എന്ന് ഇവളോട് ഇവൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട വഴി ഞാൻ ഒപ്പിക്കുന്നുണ്ടെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട്. അവള് പറഞ്ഞു, സ്ത്രീകളോട് പറഞ്ഞു ഒരു മാസത്തിനകം നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയാനുള്ള വഴി ഇവൻ ഒപ്പിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പേടിയാ. അപ്പൊ അവൾ വിചാരിച്ചത് എന്താ, അവൻ വഴി ഒപ്പിച്ച് എന്നെ കൊണ്ട് ചെന്നതാ ബന്ധം ഉറപ്പിക്കാൻ. അവള് എനിക്കിഷ്ടമില്ല, എന്റെ ബാപ്പയും ഉമ്മയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ബന്ധമൊന്നും വേണ്ടെന്ന്, എനിക്കിഷ്ടമില്ല. ഞാൻ പറഞ്ഞു, വേണ്ട മോളെ, മോക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യരുതെന്ന് പറയാൻ സിസ്റ്റർ വന്ന്. ആണോ, എന്നാ പിന്നെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, മോള് ഒരിക്കലും ചെയ്യരുത്, ഇവര് മോളോട് ഇഷ്ടമില്ല. ഇഷ്ടമുള്ളോട് അവൻ എനിക്കിഷ്ടമില്ല സിസ്റ്റർ, ഉമ്മ പറഞ്ഞതല്ലേ. അവൻ എനിക്കിഷ്ടമില്ല സിസ്റ്റർ, ഉമ്മ പറയാം. മോളെ ആശ്വാസമായോ? ആയി, സന്തോഷമായി. രണ്ടുപേരും സന്തോഷത്തോടെ പോയി. പ്രിയപ്പെട്ടവർ, ഞാനിത് പറയുമ്പോള് സംഭവം എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. നമ്മളൊക്കെ ഒത്തിരി ചിന്തിക്കണം. കർത്താവിന്റെ മുമ്പിൽ കുടുംബമായി ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മാതൃക, കുഞ്ഞുങ്ങൾക്ക് എന്താണ് പകർന്നു കൊടുക്കാൻ പറ്റുന്നത്? ഇന്നത്തെ കുഞ്ഞുങ്ങള് ഇന്ന് നമ്മളാരും വളർന്നു പോയൊരു കാലഘട്ടമല്ലെന്ന് നമുക്കറിയാം. മാധ്യമങ്ങൾ കണ്ട് അതിന്റെ മുമ്പിൽ കിടന്ന് വീണപ്പന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കി നമ്മളെക്കാട്ടിൽ കൂടുതൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുവാനും അതിന്റെ കാര്യങ്ങളും പഠിച്ച ഒരു തലമുറയാണ് നിങ്ങളുടെയൊക്കെ മക്കളെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ അവരുടെ മുമ്പില് നമ്മൾ ജീവിക്കുമ്പോൾ എത്രമാത്രം എന്റെ കർത്താവിനെ കൊടുക്കുവാൻ ഒരപ്പൻ എന്ന നിലയ്ക്ക്, ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കുന്നുണ്ട്. 50,000 മുടക്കി കമ്പ്യൂട്ടർ കൊടുക്കാൻ അപ്പനുണ്ട്. പക്ഷെ ഈശോയെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? സ്വർഗത്തെ കുറിച്ചൊരു ബോധ്യം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതെയോ പ്രശ്നം ഉണ്ടാകുന്ന കാണുമ്പോൾ മുസ്ലിയാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വല്യപ്പനും അപ്പനും അമ്മയൊക്കെയാണോ ഞാൻ? മോനെ, നിന്റെ പ്രശ്നം എന്താ? ഈശോയുടെ തുറന്നു പറയാന്ന് പറഞ്ഞ് കൊച്ചിനെ അവരുടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുവാനും അവരുടെ വൈദികന്റെ മുമ്പിൽ കൊണ്ടുപോയി മുട്ടുമടക്കി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വിശ്വാസമുണ്ടോ? നമ്മൾ ചിന്തിക്കണം. വെറും ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടി, എന്തെങ്കിലും ഒരു ഭൗതികമായ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം തിരുകാരണനാഥന്റെ മക്കളിലേക്ക് വന്നതാണോ ഞാൻ? അതെയോ എന്റെ ജീവിതത്തിൽ ഒരു ആത്മീയ നവീകരണം, എന്റെ കുടുംബത്തിൽ ഒരു ആത്മീയ വിശുദ്ധീകരണം എന്റെ കർത്താവിന്റെ മുമ്പിൽ എനിക്കും എന്റെ കുടുംബത്തിനും വേണം എന്ന് ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ അവിടുന്ന് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കലേ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്ന മക്കൾക്ക് ദൈവത്തിന്റെ സമാധാനം കൊണ്ട് സ്നേഹം കൊണ്ട് നിറയുവാൻ ആഗ്രഹിച്ച് അവിടുത്തെ മുമ്പിൽ മുട്ടുമടക്കുന്ന മക്കൾക്ക് ഒരു ഭൗതികമായ കാര്യത്തിനും കുറവ് വരില്ല. ഹല്ലേലൂയ. കർത്താവ് തരും പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ തരും. പക്ഷെ പലരും പറയാറുണ്ട്, സിസ്റ്ററെ, തമ്പുരാന്റെ മുമ്പിൽ നാളുകളായി പ്രാർത്ഥിക്കുന്നു, നാളുകളായി കർത്താവിനോട് ചോദിക്കുന്നു, പലതിനും ഉത്തരം കിട്ടാറില്ല എന്ന് വേദനിക്കുന്ന ഒത്തിരി പേരെ എന്റെ യാത്രയിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ കാണാറുണ്ട്. ചോദിച്ചിട്ട് പലപ്പോഴും പലതും കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം ചോദിക്കുന്നതും നാം ആഗ്രഹിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ അത് നടക്കും. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കാത്ത ഒന്ന്, നമ്മുടെ തമ്പുരാൻ കർത്താവ് ആഗ്രഹിക്കാത്ത ഒന്ന് നാം ചോദിച്ചാൽ നമുക്ക് ലഭിക്കില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തില് 18-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണെന്ന് നിങ്ങൾ പറയും. ശരിയല്ലേ? 100 വയസ്സ് വരെ ജീവിച്ചാൽ നമ്മൾ എന്ത് പറയും? ദീർഘായുസ്സ. എന്നാലും വീട്ടില് ഭവന സന്ദർശനം ചെന്നപ്പോ 92 വയസ്സുള്ള ഒരു അമ്മച്ചി, നല്ല സുന്ദരിയായ ഒരു അമ്മച്ചി മിറ്റം തൂക്കുകയാണ്. വയസ്സ് എത്രയാ? 92. ഒത്തിരി സന്തോഷം തോന്നി. അമ്മച്ചിയുടെ മരുമോള് വന്ന് പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളുടെ കുടുംബത്തിന് ഒരു അഭിമാനമാ, ഒരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ അമ്മച്ചി 92 വയസ്സുണ്ട്, ഇപ്പോഴും മിറ്റം തൂക്കും,
അനുഗ്രഹമാ സിസ്റ്ററെ. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷെ 10 വർഷമായിട്ട് കിടക്കയിൽ കിടക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടെങ്കിൽ ആ അമ്മച്ചി നോക്കി വരുമ്പോൾ ഇത് പറയുമോ? ചിന്തിക്കേണ്ടത് അവിടെയാ. ഞാൻ ചോദിച്ചു, പ്രിയപ്പെട്ട സഹോദരി, അമ്മച്ചി ഇന്ന് ആരോഗ്യത്തോടെ ഓടി കിടക്കുന്നത് കൊണ്ട് അമ്മച്ചിയെ നോക്കി പറഞ്ഞ അമ്മച്ചി ഇന്നൊരു അനുഗ്രഹമാ. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അമ്മച്ചി കിടക്കയിൽ കിടന്ന് ഒന്നുപോലെ കിടക്കയിൽ കിടന്ന് കാര്യങ്ങൾ സാധിക്കുകയും സ്പൂൺ കൊണ്ട് ഓരി കഴിച്ച് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ആ അമ്മച്ചിയെ നോക്കിക്കൊണ്ട് എന്റെ അമ്മച്ചി ഇന്ന് എനിക്കൊരു അനുഗ്രഹമാണെന്ന് പറയുന്ന മരുമക്കൾ എത്രയുണ്ട്? നമ്മൾ ചിന്തിക്കണം, എത്രയുണ്ട്? അതുകൊണ്ട് നമ്മൾ ഈ കൂട്ടത്തിൽ ചിന്തിച്ചു പോകുന്നത് നല്ലതാ. ആരാണ് ഇതിനെക്കാട്ടിൽ അനുഗ്രഹം? കാരണം ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലോകത്തിൽ നേടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സഹനമാണ്. ഹല്ലേലൂയ. കാരണം കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലേക്ക് വലിയ അനുഗ്രഹമാണ് സഹനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, മഹത്വം കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സഹനം കർത്താവിന്റെ സന്നിധിയിൽ നിന്നും സ്വീകരിക്കുന്നവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. നമ്മുടെ പിതാക്കന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്, ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് സഹനം ഏറ്റവും വലിയ സമ്പത്ത്. എത്രമാത്രം സഹനം നമുക്കുണ്ടോ അത്രമാത്രം ബാലൻസ് നമുക്ക് ബാങ്കിലുണ്ട്. നമ്മൾ ചിന്തിച്ചോണം. അത്രമാത്രം സഹനത്തെ നമ്മൾ ഭയപ്പെടുകയാ. സഹനം കാണുന്നു കേൾക്കുമ്പോൾ നമുക്ക് മനുഷ്യന് വേദനയാ. അയ്യോ, ഇതെന്തൊരു സഹനമാ, ഇതെന്തൊരു ജീവിതമാണെന്നാ ഇപ്പോഴും പറയുക. പക്ഷെ സഹനമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏറ്റവും വലിയ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒന്നാമതായിട്ട് തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ് സഹനം. സഹനം. അതുകൊണ്ട് ഈ അമ്മച്ചി 100 വയസ്സ് വരെ 92 വയസ്സുള്ള അമ്മച്ചിയെ നോക്കിക്കൊണ്ട് മകള് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ചോദ്യം ചോദിച്ചു. അപ്പോൾ മകള് പറഞ്ഞു, സിസ്റ്ററെ അതറിയാൻ പറ്റില്ല, ആ ഒരു അനുഭവം വന്നെങ്കിൽ എനിക്കത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അനേകർ പറഞ്ഞിട്ടുണ്ട്, മടുത്ത സിസ്റ്ററെ തള്ള മരിച്ചാ മതിയായിരുന്നു. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേര്. നേരെ മറിച്ച് സഹനത്തെ നല്ല രീതിയിൽ എടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വചനം പറയുന്നു, 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണെന്ന് നിങ്ങൾ പറയും. എന്നാൽ ബാക്കി ശ്രദ്ധിച്ച് കേൾക്കുക. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ, നിത്യത നിന്റെ സ്വർഗത്തിലെ ജീവിതത്തോട്, നിന്റെ സ്വർഗത്തിൽ ദൈവം നിനക്ക് തരാൻ പോകുന്ന ജീവിതത്തോട് തുലനം ചെയ്യുമ്പോൾ നിന്റെ ഈ ഭൂമിയിലെ 100 വയസ്സ് വരെയുള്ള ജീവിതം എന്ന് പറയുന്നത് കടലിൽ കിടക്കുന്ന ഒരു തുള്ളി വെള്ളത്തിന് സമാനമോ കടൽ തീരത്ത് കിടക്കുന്ന ഒരു മണൽത്തരിക്ക് സമാനമോ ആകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 100 വയസ്സ് വരെ ഭൂമിയിൽ നമ്മൾ ജീവിച്ചാൽ അത് സ്വർഗത്തിലെ ജീവിതവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ കടലിലെ ഒരു തുള്ളി വെള്ളം പോലെ ഉള്ളൂ. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് എന്തിനോട് ഉപമിക്കാം? കടലിനോട് ഉപമിക്കാം. കടലിലെ വെള്ളം എത്ര തുള്ളി ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാമോ? ഈ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം എത്ര തുള്ളിയുണ്ടെന്ന് പറയാൻ പറ്റിയ മിടുക്കന്മാരും മിടുക്കികളും ഇവിടെ ഉണ്ടോ? ആരുമില്ലല്ലേ. എത്ര തുള്ളിയുണ്ട് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുമോ? അസാധ്യമാ. കടല് പോലെ വിശാലമായ സ്വർഗരാജ്യമാണ് ദൈവം എനിക്കും നിങ്ങൾക്കും വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കടല് പോലെ വിശാലമായ ഒരു സ്വർഗരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തില് കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് സമാനമായി ഈ ലോക ജീവിതത്തിലെ സന്തോഷത്തിന്റെയും സുഖത്തിന്റെയും ജഡത്തിന്റെയും സമ്പത്തിന്റെയും ആനന്ദത്തിന്റെയും പുറകെ പോകുമ്പോൾ നഷ്ടപ്പെടുന്നത്, നിർവീര്യമായി പോകുന്നത്, ശൂന്യമായി പോകുന്നത് കടല് പോലെ വിശാലമായ സ്വർഗമാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ലോകത്തിലുണ്ടാകുന്ന നമ്മുടെ വേദനകളും കുറ്റപ്പെടുത്തലുകളും നിന്ദനങ്ങളും പരിഹാസങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം കർത്താവിന്റെ മുമ്പിൽ മനോഹരമായ സ്വർണ്ണമായ തങ്കലിപികളിൽ എഴുതപ്പെട്ട വലിയ സഹനമായി മാറണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ വലിയൊരു ശക്തി, വചനത്തിന്റെ വലിയൊരു അഭിഷേകം നമ്മളിൽ നിറഞ്ഞാൽ ഈ വചനം നമ്മുടെ ഉള്ളിൽ നമ്മൾ നിരന്തരം പറയണം. വചനം പറയണം. പ്രഭാഷകൻ 18:9 പറയണം, മനുഷ്യ നീ 100 വയസ്സ് വരെ ജീവിച്ചാൽ നിനക്ക് ദീർഘായുസാണെന്ന് നീ പറയും. ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരുമില്ല. അല്ലെ ആ 9കാരനെ പോലെയുള്ളവരൊക്കെ
രണ്ടാഴ്ച മുമ്പ് ബാംഗ്ലൂര് ഒരു കുടുംബം 34 വയസ്സുള്ള ഷിബു എന്ന് പറയുന്നതായ മകനും അവന്റെ ഭാര്യ 4 വയസ്സുള്ള ആൽബിൻ എന്ന് പറയുന്ന കൊച്ചും ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു. പത്രത്തിൽ നമ്മളൊക്കെ വായിച്ചു. പ്രിയപ്പെട്ടവരെ, അത് മലങ്കര സഭയിൽപ്പെട്ട ഹൈറേഞ്ചിലെ ഒരു ഇടവകയിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ഞാൻ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഒരു കുടുംബം. 6.5 വർഷക്കാലമായി ഇടവകയിൽ ശുശ്രൂഷ ചെയ്തതാ. ആ പയ്യന് 14 വയസ്സുള്ളപ്പോൾ തൊട്ട് പരിചയമുള്ളതാ. ആ പയ്യന് അവരുടെ മരണവാർത്ത കേട്ട് ഒത്തിരി വേദനിച്ചു, ദുഃഖിച്ചു. അവരുടെ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് ഞാനും പോയിരുന്നു. ഒത്തിരിയേറെ വേദനകൾ നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. 3 ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും 4 വയസ്സുള്ള കുഞ്ഞിന്റെയും 3 ഡെഡ് ബോഡി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ 2 അമ്മമാരെ അവിടെ കണ്ടെത്താൻ പറ്റി. 2 അമ്മമാരെ, ഒന്ന് ഷിബുവിന്റെ അമ്മയും ഒന്ന് അഞ്ജുവിന്റെ അമ്മയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 അമ്മമാരുടെയും സമീപനങ്ങളെ ഒന്ന് വിലയിരുത്തുവാനായിട്ട് മണിക്കൂറുകൾ തമ്പുരാൻ തന്നു. ഹല്ലേലൂയ. രാവിലെ 9:30 മണിക്ക് 2 ആംബുലൻസിലെ 3 ഡെഡ് ബോഡി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിലെ 3 മൊബൈൽ മോർച്ചറിയിൽ വെച്ചു. പ്രിയപ്പെട്ടവരെ, 2 മണിക്ക് ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നതുവരെയും 3 മോർച്ചറിയിലെ 3 മൊബൈൽ മോർച്ചറിയിൽ ഇരിക്കുന്ന ഡെഡ് ബോഡി, ആ 3 ഡെഡ് ബോഡിയുടെ അടുക്കല് ഈ ഷിബുവിന്റെ അമ്മ ഞാൻ നോക്കുമ്പോൾ കാണുന്ന, അവിടുന്ന് ബാംഗ്ലൂരിൽ തന്നെ ഡെഡ് ബോഡിയുടെ കൂടെയാണ് ഈ അമ്മമാരൊക്കെ വരിക. കാരണം വിവരം പറഞ്ഞുടനെ പോയി 1 ആഴ്ച കഴിഞ്ഞാ മരിക്കുന്നത്. അപ്പോൾ ഈ അമ്മ, ഈ മകന്റെ ഷിബുവിന്റെ അമ്മ 9:30 മണിക്ക് കണ്ണുമടച്ച ഒരു ഇരുന്ന സ്ത്രീയെ 2 മണിക്ക് ശുശ്രൂഷ കഴിഞ്ഞ് ഡെഡ് ബോഡി അവിടെ നിന്നും ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ഈ സ്ത്രീ കണ്ണു തുറന്നിട്ടില്ല. ഉറങ്ങല്ലായിരുന്നു കേട്ടോ. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്. തന്റെ 2 ആമക്കളുള്ളവർക്ക് ഇളയ മകനാണ്. തന്റെ പ്രിയപ്പെട്ട മകന്റെ മരണം, ഭാര്യയും കുഞ്ഞും 3 മരണം ഒരു അമ്മയ്ക്കും അടക്കാൻ പറ്റുന്നതല്ല, ഒരു അമ്മയ്ക്ക് ഒരൊറ്റമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഈ അമ്മ 9:30 മണിക്ക് കണ്ണടച്ചിരുന്ന് അമ്മയുടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. മണിക്കൂറുകൾ 2 മണി വരെയും ഈ അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അവിടെ കടന്നു വന്ന സകലമായ മനുഷ്യരെയും ചിന്തിപ്പിച്ചിട്ടുണ്ടാവണം എന്ന് ഞാൻ കരുതുകയാണ്. ഇതിനോടകം ഈ സ്ത്രീക്ക് പലരും കൊണ്ടുപോയി വെള്ളം കുടിക്കാൻ കൊടുത്തവര് പറഞ്ഞ് എനിക്ക് വേണ്ട, കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു, എനിക്ക് വേണ്ട. ഈ 3 ഡെഡ് ബോഡിയുടെ അടുക്കലിരുന്ന് ഈ അമ്മ കാണാൻ കൊള്ളാവുന്ന ഡെഡ് ബോഡി ഒന്നുമല്ല, കത്തിക്കരിഞ്ഞ അവസ്ഥ, കണ്ണു തുറന്ന് വിഴിച്ചിരിക്കുന്ന അവസ്ഥ, മുഴുവൻ കരിഞ്ഞിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഒന്ന് നോക്കുന്നവർക്ക് ഒന്നുകൂടി നോക്കാൻ പറ്റാത്ത അവസ്ഥ. അത്രമാത്രം ആയിരിക്കുന്ന വികൃതമായ രൂപങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈ അമ്മ പൊട്ടി കരഞ്ഞ് അവര് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ മറ്റേ സ്ത്രീയെ ശ്രദ്ധിച്ചു, ഇവളുടെ അമ്മയെ ശ്രദ്ധിച്ചു. അവൾ അവിടെ കിടന്ന് അലമുറയിടുകയാ. എപ്പോഴാണ് അലമുറയിട്ട് ബഹളം വെക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന നിലയ്ക്കുന്ന നിമിഷങ്ങളിൽ, ഹല്ലേലൂയ, മൈക്കിന്റെ ശബ്ദം നിലയ്ക്കുന്ന നിമിഷങ്ങളിൽ അനേകം പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥന നടക്കുമ്പോഴൊക്കെ അവൾ അവിടെ മിണ്ടാതിരിക്കും, കണ്ണു തുറന്ന് നോക്കും. അവിടെ നോക്കും, ഇവിടെ നോക്കും, അങ്ങോട്ട് നോക്കും, ആര് വന്നു, എവിടെ വന്നു, എന്ത് വന്നു, എല്ലാം നോക്കും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന തീർന്ന് മൈക്ക് താഴോട്ട് വെക്കുമ്പോൾ ഒറ്റ ബഹളമാ, ഒറ്റ നിലവിളിയാ. ഈ നിലവിളി കൊണ്ട് അവിടെ നിന്ന് ചാടി എഴുന്നേക്കും, ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് ചെല്ലും, അവിടെ കിടന്ന് കുറെ നേരം കാറും തിരിച്ചു വരും. അടുത്ത ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കും, അവരോട് മിണ്ടാതിരിക്കും. അടുത്ത പ്രാർത്ഥന കഴിയും, ഇവർ അടുത്ത ഡെഡ് ബോഡി ഇത് തന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പ്രകൃതി. അപ്പൊ ഞാനിത് 2 കൂടെ വെച്ച് അന്ന് തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് ചിന്തിച്ചപ്പോള് പിന്നെ അവരുടെ ജീവിതത്തെ കുറിച്ച് സ്ത്രീ മകന്റെ അമ്മ വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഭക്തയായ ഒരു അമ്മയാ, പ്രാർത്ഥിക്കുന്ന ഒരമ്മയാ, സ്നേഹിക്കുന്ന ഒരമ്മയാ, ദേവാലയത്തിൽ എല്ലാ കാര്യങ്ങളിലും പോകുന്ന ഒരു ഭക്ത സ്ത്രീയാണ് ഈ മകന്റെ അമ്മ. പ്രാർത്ഥന ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ, ജീവിതത്തിലേക്ക് സഹനങ്ങള് തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ, ജീവിതത്തിലേക്ക് സഹനം കടന്നു വന്നപ്പോൾ സഹനത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച ഒരു അമ്മയോടെ കാണാൻ പറ്റിയത്. കാരണം ഒരു നിമിഷം കൊണ്ട് കിട്ടുന്നതല്ല പ്രിയപ്പെട്ടവരെ ഈ സമചിത്തമായ സഹനം എന്ന് പറയുന്നത്. ഒരു നിമിഷം കൊണ്ട് കൈവരിക്കാൻ പറ്റുന്നതല്ല. അനുദിന ജീവിതത്തില് ദൈവത്തിന്റെ ഈ ജീവനുള്ള വചനം വായിച്ചും പഠിച്ചും ധ്യാനിച്ചും നമ്മൾ സ്വന്തമാക്കേണ്ട ഒന്നാണ് ഈ ദൈവിക സ്നേഹ അനുഭവം. അതാണ് അമ്മയിൽ കണ്ടെത്താൻ പറ്റിയത്. എന്നാൽ മറ്റേ സ്ത്രീ അവർ വലകാലത്ത് ഒരു ദേവാലയത്തിൽ പോകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നന്മയും ഇല്ലാത്തൊരു കുടുംബം. നാടിനും വീടിനും നാട്ടുകാർക്കും വീട്ടാർക്കും ഇടവക്കാർക്കും ഒക്കെ തലവേദന
പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ ആ ഒരു ജീവിതം നമ്മള് ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിൽ കാട്ടിക്കൊടുക്കുന്നത് സഹനത്തിന്റെ നിമിഷങ്ങളിലാണ്. ഇത് ഉണ്ടാകണമെങ്കിൽ ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല എന്ന് നാം തിരിച്ചറിയണം. ഒരു നിമിഷം കൊണ്ട് രൂപപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തോട് ചേർന്നിരിക്കണം. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു, ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവന്റെ വാക്കു കേൾക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ നീയും നിന്റെ സന്തതികള് ഭൂമിയിൽ ദീർഘായുസ്സോടെ ജീവിക്കും. ഭൂമിയിൽ ദീർഘായുസ്സോടെ ജീവിക്കണമെങ്കിൽ കർത്താവിനോട് ചേർന്നിരിക്കണം, അവന്റെ വാക്ക് കേൾക്കണം. പ്രിയപ്പെട്ടവരെ, തമ്പുരാനെ സ്നേഹിക്കണം. ഈ സ്ത്രീയെ സംബന്ധിച്ച് അവര് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് കർത്താവിന്റെ മുമ്പില് അവർ ആനന്ദം കണ്ടെത്തി, സമാധാനം കണ്ടെത്തി. അടക്കമെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇവര് പള്ളിയുടെ വരാന്തയിൽ വന്നിരുന്ന് ഒരു ഗ്ലാസ് ചായ ആര് കൊണ്ടു കൊടുത്തത് കുടിക്കുകയാ ഈ മകന്റെ ഷിബുവിന്റെ അമ്മ. ഞാൻ അടക്ക ചെന്ന് അവരുടെ തോളെ കൈയിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, ചിന്തന ചേച്ചി എന്താ സിസ്റ്ററെ? ഞാൻ പറഞ്ഞു, എല്ലാം ഈശോയ്ക്ക് കൊടുത്തില്ലേ സിസ്റ്ററെ? ഞാൻ എല്ലാം ഈശോയ്ക്ക് കൊടുത്തു. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. ആ സ്ത്രീ പറയാ, സിസ്റ്ററെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അറിയാതെ എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം സിസ്റ്ററെ. എന്ത് സംഭവിച്ചാലും അവന്റെ ശരീരം കത്തിക്കരിഞ്ഞു പോയാൽ, പ്രിയപ്പെട്ടവരെ, ആ ചിന്ത, അവന്റെ എന്റെ മക്കൾ 3 പേരുടെ ശരീരം കത്തിക്കരിഞ്ഞു പോയി, പക്ഷേ എന്റെ മക്കളുടെ ആത്മാവ് സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തില് 34-ാം വയസ്സില് മാതാപിതാക്കളുടെ കൺമുമ്പില് 3 മക്കളുടെ ശരീരം കത്തിക്കരിഞ്ഞു പോയപ്പോൾ ഒരമ്മയ്ക്ക് ഇത് പറയാൻ സാധിക്കണമെങ്കിൽ, ഒരമ്മയ്ക്ക് ഇത് വിളിച്ചു പറയാൻ സാധിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എത്രമാത്രം വിശ്വാസ ജീവിതം അവരുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയവര്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. എന്റെ ദൈവം അറിയാതെ എന്റെ ഷിബുവിനും എന്റെ കുഞ്ഞുങ്ങൾക്കും ഒന്നും സംഭവിച്ചില്ല. എന്റെ മക്കളുടെ ശരീരം കത്തിക്കരിഞ്ഞു പോയെങ്കിലും അവരുടെ ആത്മാവിന് ഒരു കേടും പറ്റിയിട്ടില്ല. അവരുടെ ആത്മാവ് സ്വർഗത്തിലുണ്ട് സിസ്റ്ററെ, ഞാൻ വിശ്വസിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, മൂത്ത മകനോട് ഞാൻ പിന്നെ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഇവൻ അപകടമുണ്ടായി ഹോസ്പിറ്റലിൽ കിടന്ന് നല്ല ബോധം അവസാനം വരെ സംസാരിച്ചു കൊണ്ട് കിടന്ന് 3 പേര് മരിക്കുക. പൊള്ളലേൽക്കുന്നവരൊക്കെ അങ്ങനെ അവസാനം വരെ സംസാരിക്കും. അപ്പോൾ അവൻ പറഞ്ഞു, മരിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഷിബു പറഞ്ഞു, എടാ സിബി, നീ ഒരു അച്ഛനെ പോയി കൊണ്ടുപോവാ, എനിക്കൊന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം. 2 മണിക്കൂർ മുമ്പ് അവന് ചേട്ടൻ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു. ഇവൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു. അതുപോലെ ഭാര്യയും മരിക്കുന്നതിന് മുമ്പ് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ത്യകൂദാശയും സ്വീകരിച്ച് 2 പേരും കുമ്പസാരിച്ച് കുർബാനയും സ്വീകരിച്ച് അച്ഛനോട് തൈലാഭിഷേകവും ചോദിച്ചു വാങ്ങിച്ച് മരിച്ചു. ആ അമ്മ പറയുകയാ, എന്റെ മക്കളുടെ ശരീരമല്ലേ കത്തിക്കരിഞ്ഞു പോയുള്ളൂ, എന്റെ കുഞ്ഞുങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതാ. കർത്താവ് പറഞ്ഞില്ലേ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്താ പ്രയോജനം? അതുകൊണ്ട് എന്റെ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. 100 വയസ്സ് വരെ ഞാൻ ജീവിച്ചാല്, ലോകത്തിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചാല്, ലോകസുഖത്തിന്റെ പിന്നാലെ ജീവിച്ചാല് എന്റെ ജീവിതം തീരും, ഒരു ദിവസം തീരുമെന്ന് തിരിച്ചറിയണം. എന്നാൽ കടലുപോലെ വിശാലമായ സ്വർഗരാജ്യം, കടലുപോലെ വിശാലമായ സ്വർഗരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ട ഞാനും എന്റെ ഭാര്യയും ഞാനും എന്റെ ഭർത്താവും ഞാനും എന്റെ മക്കളും അവിടെ എത്തിച്ചേരണം, അവിടെ എത്തിച്ചേരണം. അതിനുവേണ്ട സമ്പാദ്യം അത് കർത്താവായ ഈശോ മിശിഹ മാത്രമാ. അവനെ സ്വന്തമാക്കിയാൽ നമുക്ക് സ്വർഗം സ്വന്തമാക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ തീഷ്ണത, വലിയൊരു ഉത്സാഹം തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു വലിയ വിശ്വാസത്തില് നമ്മുടെ ഹൃദയം നിറയണം. കർത്താവേ, ജീവനാരി പുഴുത്തു പോകുന്ന, കത്തി കരിഞ്ഞു പോകുന്ന, ചിതലിന്റെയും പുഴുവിന്റെയും ആഹാരമായി മാറുന്ന ഒരു ശരീരത്തിന് വേണ്ടിയല്ല ഞാൻ ജീവിക്കേണ്ടത്.
മരിച്ച് 2 ദിവസം കഴിയുമ്പോഴേ ദുർഗന്ധം വമിക്കുന്ന. എപ്പോഴാ ഇനി അടക്കം? ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും മകൾ മരിച്ചാലും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ജീവൻ ദൈവം തന്ന ആത്മാവിനെ ദൈവം എടുത്തു കഴിയുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എപ്പോഴാ ശവമടക്ക്? അതുവരെ ശവമല്ലായിരുന്നു, ഡെഡ് ബോഡി അല്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്തായി മാറുകയാ? ശവമായി മാറുകയാ. പ്രിയപ്പെട്ട മക്കളെ, ശവമായി മാറുന്ന, ചീഞ്ഞുനാറി പുഴുത്തു പോകുന്ന, ചിതലിന്റെ മുഴുവിന്റെ ആഹാരമായി മാറുന്ന ഒരു ജഡത്തിന് വേണ്ടി മാത്രം ജീവിക്കാതെ എന്റെ സ്വർഗത്തിലേക്ക് പോകേണ്ട, നിത്യതയിലേക്ക് പ്രവേശിക്കേണ്ട, കടൽ പോലെ വിശാലമായ സ്വർഗരാജ്യത്തില് ഇരിക്കേണ്ട, നമ്പരാനോടൊത്തായിരിക്കേണ്ട എന്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുവാൻ, ആത്മാവിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുന്നവൻ ആർക്ക് 1-ാം സ്ഥാനം കൊടുക്കും? ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കും. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവൻ ജീവിതത്തിൽ ആത്മാവിന് 1-ാം സ്ഥാനം കൊടുക്കും. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത കണ്ടെത്തും, അതിനുവേണ്ട മാർഗം കണ്ടെത്തും. ഒരേ ഒരു ചിന്ത, ഒരേ ഒരു ആഗ്രഹം, ഞാനും എന്റെ കുടുംബവും സ്വർഗത്തിൽ എത്തിച്ചേരണം. ഞാൻ വളർത്തുന്ന എന്റെ ഓമന മക്കള്, ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വളർത്തുന്ന എന്റെ 2-3 മക്കളുണ്ടെങ്കിൽ അവരൊക്കെ സ്വർഗത്തിൽ എത്തിച്ചേരണം. ആ ഒരു വലിയ ആഗ്രഹമായിരിക്കണം ഓരോ പിതാവിനെയും മാതാവിനെയും അനുദിനം നയിക്കേണ്ടത്. നേരെ മറിച്ച് എന്റെ മക്കൾക്ക് ഓരോ കോടി രൂപ സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കാം, 4 നില കെട്ടിടം ഉണ്ടാക്കി കൊടുക്കാം, ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിടാം, എസ്റ്റേറ്റുകൾ മേടിക്കാം, അവരെ പഠിപ്പിക്കാവുന്നതിന് മാക്സിമം പഠിപ്പിക്കാം. അവരുടെ ആ ഒരു ചിന്ത മാത്രം പോരാ. 1-ാം സ്ഥാനം എന്റെ മക്കളുടെ ആത്മാവ് സ്വർഗത്തിലെത്തുവാൻ. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തുന്ന ദൈവം തന്നെ എന്റെ കുഞ്ഞുങ്ങളെ എന്നോടൊപ്പം, എന്റെ ഭാര്യയോടൊപ്പം, എന്റെ മാതാപിതാക്കളോടൊപ്പം ദൈവത്തെ ആനന്ദിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള ആ ഒരു വലിയ അവബോധം, ആഴമായ ബോധ്യം നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് നാം തിരിച്ചറിയണം. മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ നമുക്ക് സമർപ്പിക്കാം കർത്താവിന്റെ മുമ്പില്. അതുകൊണ്ടായി ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് തരും. ഈശോ നമുക്കെല്ലാം തമ്പുരാൻ തരും. പ്രിയപ്പെട്ടവരെ, എല്ലാം തരാൻ ശക്തനായ നമ്മുടെ തമ്പുരാൻ നമ്മുടെ കൂടെയായിരിക്കുകയാ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഭാരം വഹിക്കുന്നവരാ നമ്മളെന്ന് തമ്പുരാൻ അറിയാം, വേദനിക്കുന്നവരാന്ന് അറിയാം. നമ്മുടെ ഭാരം ഇനി ഹൃദയത്തിന്റെ ഒരു ഭാരം ഇനി ആത്മാവിന് വേണ്ടിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാ. ഒരു ഭാരം, ഞാൻ ഇന്ന് മരിച്ചാൽ, ഒരു ചിന്ത, ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുമോ? ഓരോ ദിവസവും നമ്മളോട് ചോദിക്കണം. എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല, ഏത് നിമിഷവും നമുക്ക് സംഭവിക്കാം, അല്ലേ? നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു സത്യം അത് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് സംഭവിക്കുമെന്ന് അറിയാവുന്ന ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നെന്നോ, എവിടെ വെച്ചോ, എങ്ങനെയെന്നോ, എപ്പോഴെന്നോ നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മളോട് ചോദിക്കണം, ഇന്ന് എന്റെ ദൈവം എന്റെ ആത്മാവിനെ വിളിച്ചാൽ എന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുവാൻ ഒരുക്കമുള്ളതാണോ? അതുകൊണ്ട് ജീവിതത്തിൽ 1-ാം സ്ഥാനം ശരീരത്തിനും മനസ്സിനുമല്ല ആത്മാവിന് കൊടുത്തുകൊണ്ട് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട നമ്മള്, കർത്താവ് പറഞ്ഞതുപോലെ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട നമ്മുടെ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്ന തമ്പുരാന്റെ മുമ്പിൽ ആ ഒരു വലിയ വിശുദ്ധി ജീവിക്കുവാൻ എനിക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമേ എന്ന് തമ്പുരാന്റെ മുമ്പിൽ ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മുമ്പിൽ അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം. കർത്താവായ ഈശോയെ, കഴിഞ്ഞ മണിക്കൂറില് നിന്റെ തിരുമുമ്പിൽ ഞങ്ങളായിരുന്നു നാഥാ. നീ ഞങ്ങളോട് സംസാരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കുറവുകളെയും ബലഹീനതകളെയും ഏറ്റെടുക്കുന്ന പൊന്നു തമ്പുരാനെ, നിന്റെ വലിയ കൃപയ്ക്ക് നന്ദി, കൂടാനുകൂടി നന്ദി. ഈശോയെ, ദൈവമേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും തരുന്ന നല്ല ദൈവമാകയാൽ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവേ, ഈ വചന കൂടാരത്തിൽ ഇരുന്നുകൊണ്ട്, നിലകാരണനാഥന്റെ മക്കൾ ഇരുന്നുകൊണ്ട് ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുവാൻ കർത്താവേ, അവിടുന്ന് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ ജീവിതം അശുദ്ധി നിറഞ്ഞ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കപ്പെട്ട വിശുദ്ധിയിലൂടെ ജീവിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനെ ഓർത്ത് നന്ദി, ബോധ്യം തന്നതിനെ ഓർത്ത് നന്ദി. മനസ്സിനെയും ആത്മാവിനെയും സമർപ്പിച്ച്, ശരീരത്തെ സമർപ്പിച്ച്, ശരീരത്തിൽ വസിക്കുന്ന ഈ ആത്മാവ്
വലിയ